തിരക്കഥാകൃത്തുമായ ശ്രീ PK ബാബുരാജ് ഇന്ന് അമ്മയ്ക്കൊരുമ്മയിൽ. ദർശന TV-യുടെ അമ്മയ്ക്കൊരുമ്മ എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ മുന്നിൽ ഇന്ന് ഒരമ്മയുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രശ്നങ്ങളും എന്താണെന്ന് ചോദിച്ചറിയാം. അമ്മയുടെ പേരെന്താ? ദേവകി. ദേവകി അല്ലേ? നാടോ? നാട് തൃശ്ശൂർ, അച്ഛൻ്റെ ഒക്കെ നാട്. ഞാൻ കണ്ടിട്ടില്ല അവിടെയൊന്നും. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? ഇവിടെ അമ്മ അമ്മനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നതാ. പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ ആയി പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല നാട്ടിൽ. കല്യാണം കഴിച്ചിട്ട് എങ്ങോട്ടാ കൊണ്ടുവന്ന്? കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് നമ്മളെ പുതിയ അമ്പലത്തിന് അടുത്തില്ലേ, പുതിയറ, അതിൻ്റെ അടുത്തേക്ക് കല്യാണം കഴിച്ചോണ്ട് അവിടെ കുറേ കൊല്ലം ഉണ്ടായി. ആണോ? പിന്നെ ഇവിടേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാ? പിന്നെ ഓരോരോ വീട്ടിലൊക്കെ ഇങ്ങനെ പണിക്കൊക്കെ പോകും. ഞാൻ കമ്പനി പണിക്കും. കോമൺവെൽത്തിൽ അവിടെ പണി കുറവായപ്പോൾ പിരിച്ചു കിട്ടും. പിന്നെ അവിടുന്ന് പോയി പിന്നെ പുതിയങ്ങാടി കമ്പനി പോയി. അവിടുന്ന് പണി കുറവായപ്പോൾ അവിടുന്ന് പോകുന്നു. പിന്നെ അങ്ങനെ വീട്ടിലെനിക്ക് പോകുന്നു. അങ്ങനെ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു. ഭർത്താവൊക്കെയോ? ഭർത്താവ് മരിച്ചു. എപ്പോഴാ മരിച്ചത്? 5-8 കൊല്ലായി. 5-8 കൊല്ലമായിട്ടേ ഉള്ളൂ. മക്കളൊക്കെ ഇല്ലേ? മക്കളൊന്നുമില്ല. ഓഹോ, നിങ്ങൾ ഒറ്റത്തടിയാണ്. ശരി. അപ്പോൾ ഈ ഭർത്താവ് മരിക്കാൻ എന്തെങ്കിലും? സൂക്കേട് കുറേ ആയിട്ട് ആസ്പത്രി കിടന്ന് ഞാൻ നോക്കി. കുറേ ശ്വാസം മുട്ടും കുറേ അതും ഇതൊക്കെ ആയിട്ട് കുറേ ആസ്പത്രി കിടന്നു. കുറേ ഞാൻ നോക്കി. ശരി. അപ്പം ആസ്പത്രിയിൽ മരിച്ചു. പിന്നെ ശവം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ കഴിക്കും. അതിനുശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനൊരു ഒറ്റപ്പെട്ട അവസ്ഥ വന്നു അല്ലേ? അപ്പം ഞാൻ വീട്ടിലൊക്കെ പണിയെടുക്കും. അവിടെയായിട്ടൊക്കെ ഇങ്ങനെ കിടന്ന് അങ്ങനെ കഴിഞ്ഞു വിടും. പിന്നെ ചിലപ്പോൾ ഏടത്തിൻ്റെ മോളെ അടുത്തേക്കൊക്കെ പോകും. മോളെ വീട്ടിലായിരുന്നു ഞാൻ അധികം. അപ്പോൾ ഈ കുടുംബക്കാരൊക്കെ വരാറില്ലേ? 2 ആങ്ങളമാർ ഇവിടെ പോളീൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് ഓരോന്നും വന്ന് നോക്കില്ല. ആങ്ങളമാർ കല്യാണം കഴിച്ച് അവർക്ക് ഭാര്യ മക്കളായിട്ട് ഒരു സൂക്ക. അതെന്താ അങ്ങനെ വരുന്നത്? ഈ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിലേക്ക് ഒതുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെയൊന്നും നോക്കാതെ ഭാര്യനെയും മക്കളെയും നോക്കിയാൽ വരെ പിന്നെ പെങ്ങന്മാരും ഒന്നും വേണ്ടല്ലോ. അങ്ങനെ അവർക്ക് തോന്നാൻ എന്താണ് അങ്ങനെ ഒരു കാരണം ഉണ്ടായത്? അങ്ങനെ വല്ല കാരണമുണ്ടോ? നിങ്ങളെങ്ങനെ ഒറ്റപ്പെടുത്താനോ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടായോ? ഒറ്റപ്പെടുത്താൻ എന്ത് കാരണം ഉണ്ടായിരുന്നു? അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം, അവർക്ക് സൂഹിക്കണം, അവർക്ക് ഓരോ ഭാര്യയും മക്കളും മാത്രം മതി. അതന്നെ അങ്ങനെ ആയിപ്പോയില്ലേ ഇന്നത്തെ ഒരു അവസ്ഥ? അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിൽ വലിയ വിഷമമൊക്കെ തോന്നിയോ? വിഷമം ഉണ്ടായില്ലേ? എന്ത് വിഷമിച്ചിട്ട് എന്ത് കാര്യം? ഒന്നും കാര്യമില്ല. വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ അകന്നു പോകുമ്പോൾ അല്ലേ? അപ്പം അങ്ങനെ ഓരോ വീടുകളിലൊക്കെ ജോലി ചെയ്ത് അങ്ങനെ ചിലപ്പോൾ അവിടെ കിടക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് കേട്ടിന് മോളെ അടുത്തേക്ക് പോകും. അങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പം ഈ മോള് എവിടെയുള്ളത്? മോള് മാധ്യമ പ്രസിന്റെ അടുത്താണ്. നിങ്ങളെ മോളല്ലേ? നിങ്ങൾ കുട്ടികളുടെ മോള്. ഞാൻ മോളെ പോലെ കൊണ്ടുവരുന്നതാ. അവരും സഹായിക്കാനൊന്നും വരില്ല അല്ലേ? അവരൊക്കെ പൈസയൊക്കെ കൈമിലാക്കി അടിച്ചു പുറത്താക്കി. മോളും ഭർത്താവും എല്ലാം കൂടി. മനസ്സിലായില്ല. പൈസ കൈമിലാക്കി എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാശൊക്കെ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടായി എടുത്ത് വെച്ചിന് കുറേശ്ശെ കൂട്ടി. എനിക്ക് വീടില്ലല്ലോ, പാർക്കായി. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബാങ്കിലൊക്കെ ഇട്ടുവെച്ചേന്. ജോലി ചെയ്ത കാശുകൾ അങ്ങനെ എന്നോട് ഏട്ടിയും മോളും വന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് തേരി നമുക്ക് വീടെന്തെങ്കിലും ഉണ്ടാക്കി എവിടെ സ്ഥലം മേടിച്ച് വീടുണ്ടാക്കി അവിടെ പാർക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്ത് ബാങ്കിൽ നിന്നും വാങ്ങിക്കൊടുത്ത് ഉള്ള പൈസയും കൊടുത്തു. പൈസ അടിച്ച് പുറത്താക്കി. ചതിച്ചു കളഞ്ഞല്ലേ? പിന്നെ ഞാൻ പോലീസുകാരടുത്ത് ഇവിടെ വനിതാ പോലീസിൽ പോയി പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടാക്കി. അപ്പൊ ശരി, വനിതാ പോലീസാണ് ഇവിടെ കൊണ്ടാക്കിയത്. ശരി. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ശരീരം അനുവദിച്ചില്ല, അങ്ങനെ ഒറ്റപ്പെട്ടു പോയി അല്ലേ? ഈ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പം അമ്മയ്ക്ക് വിഷമം ഉണ്ടോ? അതോ മറ്റുള്ളവരോടുള്ള ഒരു ദേഷ്യം? ഇവിടെ വന്നപ്പോ അങ്ങനെ വിഷമം തോന്നുന്നില്ല അല്ലേ? ഇവിടെ എല്ലാവരുമായിട്ട് കുറെ ആളുണ്ടല്ലോ സഹകരിച്ച്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ വിചാരിക്കും എല്ലാവരും ഉണ്ടെന്ന്, പക്ഷെ എല്ലാവരും ഇല്ലെങ്കിലും നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ടാവും. അതായത് ദൈവാധീനമാണ് അമ്മയ്ക്ക് കിട്ടിയത്. അമ്മയുടെ പേരെന്തായിരുന്നു? ദേവകി അല്ലേ? പിന്നെ ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പം? ഇവിടെ എത്ര പേരാ? അങ്ങനെ ഇവിടെ 50-60 ആളുണ്ട്. 60 ആളുണ്ടല്ലേ? കുറെ ആള് മരിച്ചു. ഞാൻ ഇവിടെ വന്നിടത്ത് തന്നെ ഒരു 5-10 ആൾക്ക് മരിച്ചു. ആണുങ്ങളും പെണ്ണുങ്ങളും മരിച്ചു. 5-8 വർഷമായിട്ടല്ലേ ഉള്ളൂ ഇവിടെ വന്നിട്ട് അല്ലേ? 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷമായി. 4ാമത്തെ വർഷം. ഓക്കെ. ഈ 4 വർഷം വരെ അമ്മേനെ ആരും വന്ന് കാണുകയോ ഒന്നും ഉണ്ടായിട്ടില്ല? ആളൊക്കെ അവിടെയൊക്കെ അടുത്തല്ലേ വീട് ഒക്കെ കാണും, ആളൊക്കെ കാണും. ഞാൻ പിന്നെ അങ്ങോട്ട് പോകും, വരുമൊന്നുമില്ല. അപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കുക, പറയുക, സഹായിക്കുക അങ്ങനെ വല്ലതും ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. ഒന്നും ചെയ്യില്ല. ഓഹോ, ശരി.
അമ്മയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് വല്ല അസുഖങ്ങളോ അങ്ങനെ വല്ലതും അസുഖമൊക്കെ വന്നിട്ട് ഞാൻ ആസ്പത്രിയിലൊക്കെ കിടന്നു ഒരാൾ വന്ന് നോക്കിയില്ല. ഇവർ നന്നായി 15 ദിവസം ആസ്പത്രി കിടന്നു. ഒക്കെ വരാൻ നോക്കി. ഇവരാ നോക്കുക. ഇവിടെ ആഹാരമൊക്കെ ആഹാരവും ഒക്കെ അവർ വെച്ചുണ്ടാക്കി തരും, എണ്ണയും സോപ്പും ഒക്കെ തരും. ഒക്കെ തരും അല്ലേ. ഏതായാലും ഇവിടെയാണ് ഇപ്പം സ്വസ്ഥമായിട്ടൊരു സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയതല്ലേ. ഇതെന്ത് പറ്റി കാലിന്? കാലിന് ഞാൻ പറഞ്ഞില്ലേ മഴയത്ത് വഴുക്കലുണ്ടായി, ചളിയാകുമ്പോൾ വഴുക്കി ഇങ്ങനെ പോയപ്പോൾ ചെരുപ്പ് പോയിട്ട് ഇവിടെ അങ്ങനെ കുത്തിപ്പോയി. അപ്പോൾ ആ മൂല തട്ടിയിട്ട് മുറിഞ്ഞായില്ല. ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ വന്നാൽ ഒക്കെ ഇമ്പളനെ നോക്കണം. പിന്നെ എനിക്ക് പെൻഷൻ കിട്ടും, ഭർത്താവ് മരിച്ചേ. അതുണ്ടല്ലേ. അത് ശരി. ആ പെൻഷൻ അതിപ്പോൾ കിട്ടിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഈ പെൻഷൻ കിട്ടുന്ന കാശ് അമ്മ എന്താ ചെയ്യുക? അത് ഞാൻ ഒരു പുരത്ത് കൊടുക്കും ചിലവാക്കായി. ശരി. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ശരി. അപ്പോൾ അങ്ങനെ വേണ്ടപ്പെട്ടവരൊക്കെ അകന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. ആരെങ്കിലും ഇനി വന്ന് അമ്മേനെ വിളിച്ചാൽ അമ്മ എന്ത് പറയും? അമ്മ പോകുമൊന്നുമില്ല. എന്താ പോകത്തത്? അമ്മേൻ്റെ അടുത്ത് ലേശം പൈസ ഉണ്ട്, അത് ഞാൻ ഇവിടത്തേക്ക് എഴുതി വെച്ചതാണ്. ഒന്നും കൊടുക്കൂല. ആണോ? അത് എന്തെങ്കിലും ഒരു ഇപ്പം മക്കൾക്കൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അവനിപ്പോൾ വേണ്ടപ്പെട്ട ബന്ധുക്കൾക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ കല്യാണം കഴിച്ച് ഭാര്യമാരും കുട്ടികളൊക്കെ ആകുമ്പോൾ ചെറിയൊരു സ്വാർത്ഥത മനസ്സിൽ വന്നാൽ തന്നെ അത് തിരിച്ചറിഞ്ഞ അമ്മേനെ അല്ല അത് തിരിച്ചറിഞ്ഞ അമ്മേനെ ഒന്ന് വന്ന് തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അമ്മ പോവില്ല എന്നാണ് പറയുന്നത്. അത്രത്തോളം വെറുത്തുപോയി. അത്ര അങ്ങോട്ട് വെറുക്കാൻ എന്താ അങ്ങനെ ഒരു കാരണം ഒക്കെ എന്താണ്? അങ്ങനെ ഒരു നോക്കട്ടെ തന്നെ, ഒരു നോക്കൂല തന്നെ. അങ്ങനെ വല്ലാതെ അമ്മയ്ക്ക് വെറുത്തുപോയി. ആണോ? അങ്ങനെ വിഷമമുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വിഷമമുണ്ടായ സാഹചര്യം പറയണ്ട. അങ്ങനെ ഭാര്യമാരൊക്കെ വളരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്തു. ഭാര്യമാരും ദ്രോഹിക്കും, എല്ലാവരും ദ്രോഹിക്കും. അവർ വല്ല ദേഹോപദ്രവം അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല? അതൊന്നും ചെയ്തിട്ടില്ല. വാക്കുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കും. വാക്കുകൊണ്ടൊക്കെ ചെയ്യും. കുട്ടികളൊക്കെ സ്നേഹത്തിലാണോ പെരുമാറുന്നത്? കുട്ടികളൊക്കെ വലിയ കോളേജിൽ പഠിച്ച് പണി കിട്ടി മക്കളാണ്. വലിയ ആൺകുട്ടികളാണ്. ഒരാങ്ങളയ്ക്ക് ഒരു പെൺകുട്ടിയാണ്. അത് പഠിക്കുക. ശരി. അപ്പോൾ ഇവരൊന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കാണ്ടേ ഇല്ലെന്നേ. അവരൊക്കെ ഇനി ഒരു ചിലപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞ് അമ്മയെ സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ അമ്മ പോവോ? അമ്മ പോവില്ല. എന്തെന്നെയായാലും അമ്മ ഇവിടുന്ന് വിട്ടു പോവില്ല. അത്ര അങ്ങോട്ട് അവർ ദ്രോഹിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് അല്ലേ. അപ്പം അമ്മയ്ക്കിപ്പം അവരിനി വന്നാൽ പോവില്ല എന്ന് പറയാൻ മാത്രമുള്ളൊരു വിഷമം വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ആരുടെ അടുത്തുനിന്നാണ്? മക്കളെ അടുത്തുനിന്നോ കൊണ്ടുവന്ന ഭാര്യമാരുടെ അടുത്തുനിന്നോ? എങ്ങനെയാണ് ആ വിഷമങ്ങളൊക്കെ ഉണ്ടായത്? കൊണ്ടുവന്ന ഭാര്യമാരുടെ അടുത്തുണ്ടാവും, മക്കളുടെ അടുത്തുണ്ടാവും, എല്ലാവരുടെ അടുത്തുണ്ടാവും. എന്താണ് അവർ പറഞ്ഞത്? അത്ര അങ്ങോട്ട് അകന്ന് നിൽക്കാൻ മാത്രം? ഓരോ ഭാര്യമാർക്കുള്ള സ്വത്ത് ഓർക്കല്ലേ ഉള്ളത്, നമുക്ക് കിട്ടുമോ? കിട്ടില്ല. അല്ല, സ്വത്തല്ലല്ലോ നമുക്ക് പ്രധാനം അല്ലേ. നമുക്ക് പ്രധാനം എന്താണ്? സ്നേഹം. ആ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വീർപ്പുമുട്ടൽ വരിക അല്ലേ. അവനവന് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനും പരിചരിക്കാനും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു സുഖം. ആ സുഖം നഷ്ടപ്പെടുമ്പോൾ പിന്നെ നമ്മളെ വഴിക്ക് അങ്ങ് പോവുക. അങ്ങനെ പോകുന്നതാണ് അമ്മ അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷം ഇവിടെയൊക്കെ സുഖമാണല്ലേ. എന്തായാലും ഈ നമ്മളെ മനസ്സുകൊണ്ടും ഒക്കെ നമ്മളെ ദ്രോഹിക്കുകയും നമ്മളെ കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്നവരുടെ ഇടയിൽ ജീവിക്കുന്നതിലും നല്ലത് ഇവിടെ ജീവിക്കുന്നത്. ശരി. ഇവിടെ ആരൊക്കെയാണ് അമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളത്? ഇവിടെ പെണ്ണുങ്ങളുണ്ട്, സ്നേഹിതിമാരുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ വളരെ സ്നേഹത്തിലാണ് അമ്മേൻ്റെ അടുത്ത് പെരുമാറുന്നത്. ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനും ടി വി ഒക്കെ ഉണ്ട്? എല്ലാ മുറിയിലും ടി വി ഉണ്ട്. സിനിമയൊക്കെ കാണാനും എല്ലാം? സിനിമ ആരുടെ സിനിമകളാണ് അമ്മയ്ക്ക് ഇഷ്ടം? ഞങ്ങൾ മമ്മൂട്ടി, മോഹൻലാലും ഒക്കെയാണല്ലേ. നടിമാരിലോ? നടിമാരില് ഒരു പേരൊന്നും കിട്ടില്ല, മറന്നുപോയി. നടിമാരെയൊക്കെ എന്നാ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം ഈ അല്ലേ ഇവർ രണ്ടാളല്ലേ പേരിട്ടത്. ശരി. ഓക്കെ. പിന്നെ വേറെന്തൊക്കെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത്?
ഇനി അമ്മക്ക് എന്ത് പറയാനുണ്ട്? ഈ ജീവിതത്തിൽ അമ്മയ്ക്ക് ഇപ്പോൾ നമ്മളോടൊക്കെ എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് തന്നെ ഇവർ ദ്രോഹിക്കുന്നു ചെയ്ത് നോക്കുന്നില്ല. പിന്നെ ഓരോ പാട്ട് കഴിയും, ഞാൻ എൻ്റെ പാട്ടിലും കഴിയും. പിന്നെ എന്ത് ഓരോട് പറയാനാ? അല്ല, അമ്മയ്ക്ക് കുറച്ചൊക്കെ ഇത് കാലം മാറി മാറി വരികയാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തിലും ഇടപെടലുകളിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരോട് നിൽക്കാനൊരു ശ്രമം നടത്തിയിരുന്നോ? മാക്സിമം നടത്തിയിട്ട് ഒരു നോക്കണ്ടേ? നടത്തായിട്ട് അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു പറയാണ് പോയിക്കോടി വിടുന്നു. പിന്നെ ചിമ്മിണി പറഞ്ഞ് തീ കൊടുക്കുന്നൊക്കെ, ചിമ്മിണി പറഞ്ഞിട്ട് എല്ലാം എൻ്റെ സാധനങ്ങൾ തുണി ഒക്കെ കൊണ്ട് ചെന്നപ്പോൾ തുണി ഒക്കെ തീ ഇട്ടിട്ട് തീയിടുന്നു. പിന്നെ അങ്ങനത്തെ ആൾക്കാരെ നോക്കുന്നു. ശരി, സാധനങ്ങൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന പറഞ്ഞത് അല്ലേ? അല്ല നമ്മുടെ മേല് മണ്ണെണ്ണ ഒഴിക്കുന്നല്ലോ അല്ലല്ലോ. ശരി, ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, എന്തൊക്കെയാണ് അങ്ങനെ അകന്ന് വരാൻ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ ഉണ്ടായത്, എന്തൊക്കെയാണ് അമ്മേനെ വിഷമിപ്പിച്ച സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കാൻ കാരണം അതാണ്. ഇതൊക്കെ ഒരു വലിയ കാരണമാണോ? ഇതൊക്കെ പല വീടുകളിലും പല സ്വാരസ്യങ്ങളും കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ അങ്ങോട്ട് വിട്ടുപോരാൻ മാത്രമുള്ളൊരു സാഹചര്യങ്ങൾ ഇതൊന്നും പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വല്ലാതെ വിഷമിപ്പിച്ച വേറെ വല്ല അനുഭവങ്ങളും പറഞ്ഞോളൂ. അമ്മ പറയും, നല്ലല്ലേ മനസ്സിലാവുള്ളൂ. അവരെന്താ ചെയ്തതെന്ന് അമ്മേനെ? ഒരു ഭയങ്കര ഓരോ ദ്രോഹിച്ചാൽ പോരെങ്ങനെ തന്നെ ചിമ്മിണി പാർന്ന് തീ ഇങ്ങോട്ട് വരണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ പോരാട്ടാകെ തീ പാർന്ന് കത്തിക്കൂ എന്നൊക്കെ പറഞ്ഞ പിന്നെ ആരാ നിൽക്കുക അവിടെ? അങ്ങനെ അവർക്ക് പറയാൻ മാത്രം അമ്മ വല്ലതും അവരോട് വീട് ആങ്ങളേൻ്റെ പേരിലാണുള്ളത്. അതിന് ഓൻ്റെ ഭാര്യൻ്റെ സ്വർണ്ണം എടുത്തിട്ട് കുറച്ച് പണ്ടം വീടുണ്ടാക്കാൻ ഓടത്തേക്ക് അയച്ചിട്ട് ഓളെ തന്നെ ആയിക്കോളണമെന്നുണ്ടോ? അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റൂല. അപ്പൊ അമ്മ അതിനെതിരെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു കാണും അല്ലേ? അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതന്നെ അമ്മ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു കൂടിയിട്ടൊന്നുമില്ല, കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ല. പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കൊക്കെ ഉണ്ടായോ? ഉപദ്രവിക്കൈറ്റുകൾ ഭയങ്കര സാധാരണ. എന്താ പറഞ്ഞേ? അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ കത്തിക്കും, മറ്റേതാക്കും, ഇതാക്കി എന്നെ പണി വർത്താനം. ഇത് ഒന്നോ രണ്ടോ തവണ കേട്ടാലോ ഓക്കെ, ഇത് നിരന്തരം തന്നെ കേട്ടോണ്ടിരിക്കുമ്പോ ആരായാലും പിടിക്കാതിരിക്കുക. പിന്നെ തീർച്ചയായിട്ടും അമ്മ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അമ്മ താങ്ങാണ്. അമ്മയ്ക്കൊക്കെ ഇങ്ങനെ താങ്ങാൻ കഴിയുള്ളൂ. ഏതൊരു നമ്മുടെ ആണായാലും പെണ്ണായാലും ഒരു പെണ്ണിനോളം സഹിക്കാനുള്ള ഒരു മനസ്സ് അല്ലേ? അത് അമ്മമാരാവണം, എന്നാലേ എൻ്റെ ഇതറിയുള്ളൂ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അവസ്ഥയാണ് മനുഷ്യൻ്റെ. അമ്മയ്ക്ക് പിന്നെ അവരെ കാണണമെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ലേ? കാണാൻ തോന്നും. ഞാൻ ഇവിടെ ഇതിലൊക്കെ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ കാണും. ഓ, ഇവിടെ അടുത്താണ് വീടൊക്കെ. ഒരു ആങ്ങളെയും ഭാര്യയും പുതിയങ്ങാടിയാണ്. ഇവിടെ ഒരാങ്ങളെയും ഭാര്യ ഇവിടെ പോളീൻ്റെ അടുത്ത് തന്നെയാണ്. പോളിയാണ് മോൻ പഠിച്ച് പാസ്സായി, ഇപ്പോൾ പണിയൊക്കെ കിട്ടി. അപ്പം അമ്മയുടെ ഈ പെൻഷൻ കാശ് അമ്മയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയോ? ഒരാൾക്ക് ഞാൻ കൊടുക്കൂലല്ലോ. അത് വല്ലോ ചോദിക്കണ്ടായോ? ചോദിക്കൊന്നുമില്ല. അവർ വലിയ നിലയിലാണ് അല്ലേ? അവർക്ക് ചോദിക്കേണ്ട അധികാരമില്ല, അവർക്ക് ഇതുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ പൈസ. നമുക്ക് ഈ വിഷമാണോ അതോ നമ്മളെങ്ങനെ ഒറ്റപ്പെടുത്തിയതിൽ അവരോടുള്ളൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ മനസ്സിൽ? അവരോട് വിഷമാണുള്ളത്, അവരോട് ദേഷ്യമൊന്നുമില്ല. അവർ ചെയ്തതിൻ്റെ ഫലം അവരനുഭവിക്കട്ടെ എന്നുള്ള ആ ഒരു മനസ്ഥിതിയാണല്ലേ? അത് ശരി. അത് വളരെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലേ? നമ്മളിങ്ങനെ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളെ നോക്കാൻ ആരുമില്ല, അതിങ്ങനെ ഒറ്റപ്പെട്ടു പോവുക. എല്ലാവരും കൺമുന്നിൽ തന്നെ ഉണ്ട് എന്ന് അമ്മ പറയണു. ഒന്ന് അവരുടെ കൂടെ ഇരുന്നൊന്ന് ചിരിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അമ്മയ്ക്ക് വേറെ വല്ല വിഷമങ്ങൾ വല്ല ഉണ്ടായോ അവരുടെ കൂടെ ജീവിക്കുന്ന സമയത്ത്? ഭയങ്കര കുത്തൊക്കെ ഉണ്ടാവും. ആങ്ങളേൻ്റെ ഭാര്യമാർ ചീർപ്പ് എടുക്കാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല, ഇങ്ങനെ ഭയങ്കര കുത്തൊക്കെ ഉണ്ടായിരുന്നു കുറേ. എന്നിട്ട് അപ്പം അമ്മ എന്ത് പറയും? ഞാനും പറയില്ല.
ഞങ്ങൾക്ക് സഹിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കും. ആ ശരി. ഒരുപാട് ഈ കുറേ കഷ്ടം അനുഭവിച്ചു. ആണല്ലേ. അപ്പൊ അവിടുന്ന് അതിന് ശേഷമാണ് അമ്മ അങ്ങനെ വീടുകളിലൊക്കെ അപ്പം വീടുകളിലൊക്കെ പണിക്ക് പോകും, അവിടെ കിടക്കും. ചിലപ്പോൾ മേടത്തിന് മോളെ വീട്ടിൽ പോയി കിടക്കും. ഓക്ക് കുറേ ഉള്ള പൈസയൊക്കെ കൈമിലാക്കി കൊടുത്ത് അവൾ അവിടുന്ന് അടിച്ച് സാധനമൊക്കെ എടുത്ത് പുറത്തിട്ട് എറിഞ്ഞ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വനിതാ പോലീസിൽ വന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീട് കൊണ്ടാക്കി തന്നു. അപ്പൊ അവര് ഭക്ഷണം തരില്ലായിരുന്നു അമ്മയ്ക്ക് അവിടെ നിന്ന് താമസിക്കുന്ന സമയത്ത്? അവിടുന്ന് മേടത്തിന് മോളെ വീട്ടിൽ നിന്ന് ഓ അതൊക്കെ തരലുണ്ട്. അതൊക്കെ തരും. അപ്പൊ കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയ്ക്ക്. അമ്മയുടേതായിട്ടുള്ള ചെറിയ ഒരു എന്നെ അവർ മാനിക്കുന്നില്ല, എന്നെ അവർ ബഹുമാനിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല, അങ്ങനെയുള്ളൊരു ചെറിയൊരു തെറ്റ് അമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നോ? ഓ അതൊക്കെ അല്ല, അമ്മയുടെ അടുത്ത് വല്ല തെറ്റും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. ഇല്ല, അവരെന്നെയാണ് തെറ്റ് ചെയ്തത്. അവരെന്നെ തെറ്റൊക്കെ ചെയ്തിട്ട് പിന്നെ അപ്പൊ അതൊന്ന് സഹിക്കാൻ വയ്യാതിൻ്റെയാണ് അടുത്ത വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോ അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? തിരിച്ചു പോകണമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പോകണ്ട, ഞാൻ പോകുകയില്ല, ഇവിടുന്ന് വിട്ടു പോകൂല. ആണോ? ഇവിടെ അത്രയും നല്ല അന്തരീക്ഷത്തില് ജീവിച്ചതിന്റെ ഒരു സുഖം അല്ലേ? നോക്കാനും ആളുണ്ട്, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാല്. അമ്മ പറഞ്ഞു ഇപ്പം ഇവിടെ ജീവിക്കുന്നതാണ് സുഖവും സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷിക്കാൻ ഇവിടെ ആഘോഷങ്ങളൊക്കെ കൊണ്ടാടാറുണ്ട്? വിഷു, ഓണം ആണോ? അതൊക്കെ എങ്ങനെയാണ് കൊണ്ടാടാറ്? പിന്നെ ഇവിടെ ഓരോരുത്തർ പലഹാരം ഇതൊക്കെ കൊണ്ടുവരും, ഇവിടെ പായസം വെക്കും ഒക്കെ ചെയ്യും. വലിയ ആഘോഷം. വിഷുവിന് പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ടോ? ഓ പടക്കം പൊട്ടിക്കും, പൂവിടും ഒക്കെ ചെയ്യും. ആണോ? പൂക്കളൊക്കെ എങ്ങനെ വാങ്ങുക ചെയ്യാ? ഓ വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് വലിയ വട്ടത്തിലൊക്കെ ഇടും. ഇവിടെ പറമ്പിൽ പൂക്കളൊക്കെ ഉണ്ടോ? ഓ പൂവൊക്കെ ഉണ്ട്. ഉണ്ടോ? നിങ്ങൾ പോയി പറിക്കുകയൊക്കെ ചെയ്യോ? ഈ ഭർത്താവുമായിട്ട് കഴിഞ്ഞ കാലത്ത്, ആ കാലത്ത് നല്ല ആഘോഷവും നല്ല സന്തോഷവും ഒക്കെ തന്നെയായിരുന്നോ? ഓ ഭർത്താവ് ഉള്ള സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ അമ്മയുടെ? ആ സമയത്ത് ഞങ്ങൾ വേറെ വീടെടുത്ത് പാർക്കായിരുന്നു. എവിടെ? അവിടെ വേറെ വാടകയ്ക്ക്. എവിടെ? പുതിയറയാ? പുതിയറയല്ല, ഇവിടെ എന്താ പറയുക, ശ്മശാനത്തിൻ്റെ അടുത്ത്. വെസ്റ്റില്. അപ്പൊ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആഘോഷമാണോ ഇപ്പൊ ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കുന്ന ആഘോഷമാണോ സുഖമായിട്ട് തോന്നുന്നത് അമ്മയ്ക്ക്? ആണോ? ശരി. അമ്മയ്ക്ക് അങ്ങനെ ആരും അധികം അടുത്തുണ്ടാവണ്ടെന്ന് തന്നെയാണ് അല്ലേ? ഭർത്താവ് എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞു? ഭർത്താവ് കുറേ ശ്വാസം മുട്ടായിട്ട് ആശുപത്രി കിടന്നു. ആണോ? പിന്നെ അവിടുന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും പോയി, രണ്ടാമതും പോയി കിടക്കുക. പിന്നെ പറഞ്ഞ് കുടിക്കുകയും വലിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അതൊക്കെ അത് ചെയ്യും. ഓഹോ, കുടിക്കാറുണ്ടല്ലേ? കുടിച്ചു കഴിഞ്ഞാൽ അമ്മേനെ വഴക്കൊക്കെ പറയും? ഓ വഴക്കറിയും, പിന്നെ തല്ലാനൊക്കെ വരികയൊക്കെ ചെയ്യും. ആണോ? നിരന്തരം അങ്ങനെ ഒരു അടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ടോ വീടുകളിൽ? ചിലപ്പോഴൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും, സാധാരണ അല്ലേ? എന്നാലും സ്നേഹമാണ് അല്ലേ? അമ്മ അങ്ങനെ നോക്കും ഭർത്താവിനെ അല്ലേ? ഇന്നത്തെ കാലത്ത് അതൊക്കെ അങ്ങനെയൊക്കെ പരിചരിക്കാൻ ഒരു പെണ്ണുങ്ങളൊക്കെ മുന്നോട്ട് വരാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. മൂപ്പർക്ക് ഒരു മോനുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. ആദ്യത്തെ ആദ്യത്തെ ഭാര്യയാണ്. അത് മരിച്ചിട്ട് കല്യാണം കഴിച്ചത്. അത് ശരി. അപ്പോൾ ആ മോനും 2 പെൺകുട്ടികളെ കക്കോടിക്ക് കല്യാണം കഴിച്ചു പോയി. പിന്നെ മോൻ ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കല്യാണം കഴിച്ച് വീടൊക്കെ എടുത്ത് പാർക്കാം. അവരൊന്നും ഇപ്പം അവരടുത്തൊക്കെ ഞാൻ പോലുണ്ട് മോൻ്റെ അടുത്ത്. കല്യാണം കഴിഞ്ഞിട്ട് പോയി. സഹായിക്കാറുണ്ടോ? സഹായിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ, എനിക്കൊന്നും കൊടുക്കാൻ ഓരോരുത്തരുടെ അടുത്ത് കൊടുക്കാനില്ല. എനിക്കല്ലേ തരേണ്ടത്. അതാ ചോദിച്ചത്. അവര് വല്ലതും സഹായിക്കാറുണ്ടോ? നാട്ടിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് പോകും, അതന്നെ. ഇവിടുന്ന് അങ്ങനെയൊക്കെ പോകാൻ അനുവദിക്കും? ഓ അത് അനുവദിക്കും. ആണല്ലേ? കൂടെ ആരെയും വരും? അത് അമ്മ ഒറ്റയ്ക്ക് പോകും? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ അടുത്താ. ആണോ? അപ്പൊ ഈ ഓണം വിഷുവിനൊക്കെ അവിടെ വീട്ടിൽ പോയി ഉണ്ണാറുണ്ടോ? ഇവിടുന്ന് തന്നെ തിന്നോളൂ. ആണോ? അങ്ങനെ ആഘോഷങ്ങളിലൊന്നും പോകുന്നില്ല? അങ്ങനെയൊന്നും പോകില്ല. അമ്മേ, ഇപ്പൊ ഞങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, ഈ പരിപാടി ഇതിനു മുമ്പ് പല അമ്മമാരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും ജീവിതത്തിലെ പ്രയാസങ്ങളും ഒക്കെ ഈ ഇതുപോലെ TV-യിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷെ അമ്മയുടെ ഈ ഒരു വിഷമങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ ഈ TV-യിലൂടെ അവർ കാണുമല്ലോ. അപ്പൊ അവർ കാണട്ടെ അല്ലേ? അവർ കണ്ടിട്ട് അവർ തിരിച്ചറിഞ്ഞ് അമ്മയെ തിരിച്ച് വിളിക്കാനായിട്ട് വരുമ്പോ അമ്മ പോവില്ലേ? അല്ലേ? നമുക്ക് എന്താ പോയാലെന്താ?
പോയാലൊന്നുമില്ല, ഒരു നോക്കുകയൊന്നുമില്ല, അതെനിക്കറിയാം. അവർ പറയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ടി വിയിലൂടെ അമ്മേൻ്റെ വിഷമങ്ങളൊക്കെ കണ്ടു, ഞങ്ങൾ ചെയ്ത ഇതിനൊക്കെ മാപ്പ് പറയാണ്, അമ്മ ഞാൻ തിരിച്ച് ഞങ്ങൾ ജീവിതത്തിലേക്ക് വരണം. അങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലൂടെ പല കുടുംബങ്ങളിലെ ഒറ്റപ്പെട്ട അമ്മമാരെ തിരിച്ച് മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അമ്മയ്ക്ക് പോകാൻ പറ്റൂലേ? പോവില്ലേ? നോക്കട്ടെ. ഏതായാലും ഇത്രയും നേരം അമ്മയുടെ വിഷമങ്ങളൊന്നും ഇല്ല അമ്മയ്ക്ക് ഇപ്പൊ സുഖാന്നാ അമ്മ പറയുന്നത് അല്ലേ? അല്ലേ? ആ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി നേരം അമ്മയുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കിടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അപ്പം അമ്മേനെ വീണ്ടും വന്ന് ഞങ്ങൾ കാണും. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്നാ ശരി. നമസ്കാരമുണ്ട്. ഈ പരിപാടിന്റെ പേരെന്താന്നറിയാം? അമ്മയ്ക്കൊരു ഉമ്മ. ഒരു ഉമ്മ ഞാൻ തരട്ടെ? നമ്മളിപ്പോൾ സംസാരിച്ചത് ദേവകിയമ്മ എന്ന സ്ത്രീയോടാണ്. ഭർത്താവ് 5-8 വർഷം മുമ്പ് മരിച്ചു പോയെങ്കിലും മക്കളില്ലാതെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിച്ചു വന്നതാണ് ദേവകിയമ്മ. പക്ഷേ അവർ ബന്ധുക്കളായിട്ട് പല പേര് ഉണ്ടായിട്ടും അവരിൽ നിന്നൊക്കെ തന്നെ കുത്തുവാക്കുകളേറ്റ് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയാണിവർ. ഇവരുടെ വേദനകളും ഇവരുടെ ദുഃഖങ്ങളും ഇവരുടെ പ്രശ്നങ്ങളും നമ്മളുടെ ഈ പരിപാടിയിലൂടെ കാണുന്ന അവരുടെ ബന്ധുക്കളായിക്കോട്ടെ ആരെങ്കിലും അവരെ സ്നേഹിച്ച് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ മുന്നിട്ട് വരിക എന്ന ഒരു ദൗത്യം അവരെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതുപോലെ അനാഥമായി കിടക്കുന്ന അനാഥമാക്കപ്പെട്ട ഒരുപാട് അമ്മമാർക്ക് വളരെ ഒരു സാന്ത്വനമായിരിക്കും. അത് നമ്മളെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ നമ്മളെ മുതിർന്ന, നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മുടെ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരോട് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കിതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിതൊക്കെ ചെയ്യാനും പറ്റും. ഒരുപാട് സ്നേഹം കൊടുത്ത് നമുക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങൾ. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ കാര്യമായ സംഭവങ്ങൾ അധികമില്ലെങ്കിലും ചെറിയ ഒരു വാശി അമ്മയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവരുമായി സമരസപ്പെട്ട് പോകാനൊരു ബുദ്ധിമുട്ടാണ് അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതുപോലെ നിരവധി കുടുംബങ്ങളിൽ ഇതുപോലുള്ള അസ്വാരസ്യങ്ങൾ നിറഞ്ഞ കുടുംബങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ നമുക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാവുന്നത് നമ്മുടെ ഐക്യമാണ്. അത് സ്നേഹം കൊണ്ട് മാത്രമേ ആ ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. എന്തായാലും നമ്മുടെ അമ്മ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ബാല്യം അസ്തമിക്കുകയാണ്. നമ്മളെ നെഞ്ചോട് ചേർത്ത് ഉമ്മ വയ്ക്കാനും നമ്മളെ താലോലിക്കാനും നമ്മൾക്ക് എത്ര വയസ്സായാലും ഒരൊറ്റ സ്ത്രീക്കേ പറ്റുള്ളൂ. അത് നമ്മുടെ സ്വന്തം അമ്മയ്ക്കാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് വിട ചോദിക്കുകയാണ്. നന്ദി, നമസ്കാരം.